ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് മണ്ടപ്പുറ്റ്. ശിരോരോഗങ്ങൾ മാറാൻ വേണ്ടി നേരണ വഴിപാടാണിത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന മധുരമുള്ള വിഭവമാണ്. മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെറുപയറും അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത്തിരി നേരം വെള്ളം വലിയാൻ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അരിപ്പൊടി തരിതരിപ്പായിട്ട് പൊടിച്ചതും അല്ലെങ്കിൽ നൂലപ്പത്തിന് പോലെ നൈസായിട്ട് പൊടിച്ചതും ഉപയോഗിക്കാം. പച്ചരി നല്ലോണം കഴുകിയിട്ട് 2 മണിക്കൂർ നേരം കുതിർത്തി വെള്ളം ഊറ്റി കളഞ്ഞ് പൊടിച്ച് ചൂടാക്കി എടുത്തതാണിത്. പയറും അരിപ്പൊടിയും ഏകദേശം ഒരേ അളവിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറുപയർ ഇത്തിരി കൂടുതലായിട്ട് എടുക്കാം. ശർക്കര ഏകദേശം 1 കപ്പുണ്ട്. കല്ലും കരടും ഒന്നുമില്ലാത്ത പൊടിച്ച ശർക്കരയാണ്. ശർക്കരയിലത്തെ ജലാംശം അരിപ്പൊടിയിലും പയറുപൊടിയിലും ഒക്കെ മിക്സ് ആകുമ്പോൾ കുഴഞ്ഞു വരും. ഇത് 1.5 കപ്പ് നാളികേരമുണ്ട്. 1/2 കപ്പ് അരിപ്പൊടിയും അത്ര തന്നെ ചെറുപയർ പൊടിയും 1 കപ്പ് ശർക്കരയും 1.5 കപ്പ് നാളികേരവും അങ്ങനത്തെ കണക്കിലാണ് എടുത്തേക്കണേ. നാളികേരം വല്ലാണ്ട് ഉണങ്ങിയതാവരുത്. പൊടി നല്ലോണം കുഴഞ്ഞു വരാൻ ഇതിലത്തെ വെള്ളമയം വേണം, അതാണ്. ചെറുപയർ കഴുകി തുണിയിൽ പരത്തി വെച്ച് വെള്ളമയം കളഞ്ഞെടുത്തതാണ്. റോസ്റ്റ് ചെയ്തിട്ട് കളറ് മാറി വരണം. ആറ്റുകാല് അടുത്തുള്ളവരൊക്കെ അന്ന് രാവിലെ കുളിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ദൂരെ നിന്ന് വരുന്നവർ അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യും. ഭക്തിയോടെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചെറുപയർ ഇങ്ങനെ തുടർച്ചയായിട്ട് 2-3 മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്കും റോസ്റ്റായി വരും. നല്ലോണം ചൂടായി നിറം മാറി. ഇത് മാറ്റിയിട്ട് പരന്ന പ്ലേറ്റിലേക്ക് ആക്കാം. ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ടാണ് പൊടിച്ചേക്കണേ. ഇനി ബൗളിലേക്ക് എടുക്കാം. അരിപ്പൊടി, ശർക്കര പൊടിച്ചത്, നാളികേരം ചെറുകിയത്, ഒരു 5 ഏലക്കായ പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ചുക്കും കൂടി ചേർക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ചിലർ പഴം ചേർക്കാറുണ്ട്, പഴത്തിൻ്റെ നനവിൽ കുഴച്ചെടുക്കാറുണ്ട്. നാളികേരത്തിലത്തെയും ശർക്കരയിലത്തെയും വെള്ളമയം കൊണ്ട് ചെറുപയർ പൊടിയും അരിപ്പൊടിയും കുഴഞ്ഞു വരണം. വേറെ വെള്ളം ചേർക്കാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിലർ കുറച്ച് വെള്ളം ചേർക്കാറുണ്ട്. ഇപ്പോൾ കുഴഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ നല്ലോണം യോജിപ്പിക്കുമ്പോൾ പുട്ടുപൊടി നനച്ച പോലെയാവും. ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റും കൂടി കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് സോഫ്റ്റ് ആവും. ഇപ്പോൾ പാകത്തിനായി. ഇനി ഉരുട്ടിയെടുക്കാൻ എളുപ്പമാവും. ഇത്രയും വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ചിലർ കണ്ണും മൂക്കും വയ്ക്കാറുണ്ട്. മുഖമാണെന്നാണല്ലോ സങ്കല്പം. അങ്ങനെ ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഇനി സ്റ്റീം ചെയ്യാം. നല്ലോണം ആവി വരുന്നുണ്ട്. ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. ഈ മാവ് അങ്ങനെ തന്നെ വലിയ ഒരു ഉരുളിയാക്കി എടുത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. ചെറുപയറിന് ഇത്തിരി വേവുള്ളതുകൊണ്ട് ഒരു 15-20 മിനിറ്റ് വേണ്ടി വരും. വെന്ത് വന്ന ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. പൊങ്കാലയിലേക്ക് തീർത്ഥം തളിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കലങ്ങളും കൊണ്ടുവന്ന മറ്റു സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് പോകാൻ തുടങ്ങും. അതുകൊണ്ട് ദേവിക്ക് നേദിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങൾ തീർത്ഥം തളിച്ച ഉടനെ തന്നെ അടുത്ത് നിന്ന് പൊങ്കാലയിട്ടവർക്ക് കൊടുക്കും പ്രസാദമായിട്ട്. പിന്നെ തിരക്കൊഴിയുമ്പോൾ അടുത്തുള്ള വീടുകളിലേക്കും. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.